ഐറ്റം സോങ് ഷൂട്ട് എവിടെയായിരുന്നു? കുട്ടിക്കാനല്ലേ? കുട്ടിക്കാനത്തായിരുന്നു ഐറ്റം സോങ്. എന്തൊരു ഐറ്റം സോങ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഡ്രസ്സിലുള്ള സോങ് അല്ലേ ഐറ്റം. അത് തണുപ്പുള്ള സ്ഥലത്ത് കാശ്മീർ കൊണ്ടുപോയിക്കായിരുന്നു. ഇത്ര സമയം കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു ഇതിലേക്ക് വന്നിരിക്കാനാണ്? ആ ധൈര്യം. ഞങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ഞങ്ങൾ വന്നില്ല വിളിച്ചിട്ട്. Why don't you tell us about your college? അയ്യോ Come on, tell me college life. അത് സ്കൂളിൽ പോയുള്ളവര് കോളേജിൽ പോകണ്ടേ? കോളേജ് സ്റ്റോറീസ്. പക്ഷെ ആ മൂവിയിലെ ഏത് മൂവിയില്? അടികപ്പേര് കൂട്ടമണി ചെടിച്ചട്ടിയിൽ എന്തൊക്കെയാ വളർത്തുന്നത്? ചെടിച്ചട്ടിയിൽ ചെടി അല്ലാതെ പിന്നെന്താ പൊറോട്ട വളർത്തുക? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഓക്കെ. ഈ അടുത്ത വെള്ളപ്പൊക്കം ഇതിന്റെ നമ്മുടെ ഐറ്റം സോങ് ഇപ്പൊ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. വളരെ സെന്റിമെന്റൽ ആയ ഐറ്റം സോങ്ങിലേക്ക് എങ്ങനെ ഇത്ര അപ്പൊ ഐറ്റം സോങ് ഷൂട്ട് എവിടെയായിരുന്നു? കുട്ടിക്കാനല്ലേ? കുട്ടിക്കാനത്തായിരുന്നു ഐറ്റം സോങ്. എന്തൊരു ഐറ്റം സോങ് എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഡ്രസ്സിലുള്ള സോങ് അല്ലേ ഐറ്റം. അത് തണുപ്പുള്ള സ്ഥലത്ത് കാശ്മീർ കൊണ്ടുപോയിക്കായിരുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ള ഷൂട്ടൊക്കെ എവിടെയായിരുന്നു? ബാക്കിയുള്ള ഷൂട്ടൊക്കെ അവിടെ തന്നെയായിരുന്നു. എല്ലാം ഈ ഒരു സിനിമ വന്ന സമയത്ത് അപ്പൊ ഇതിലിപ്പോ ഒരു ഗാങ്സ്റ്റർ ആണല്ലോ. ഗാങ്സ്റ്റർ ആണ് അല്ലോ. ബോയ് ആണല്ലോ ഗാങ്സ്റ്റർ. ഇല്ല, നമ്മ ഗാങ്സ്റ്റർ അല്ലല്ലോ. അല്ല, ഗാങ്സ്റ്റർ ആണല്ലോ. അല്ല, ഗാഞ്ച മീൻസ് ഗാഞ്ച കറുപ്പ്. ക്യാരക്ടറിന്റെ പേര് ഗാങ്സ്റ്റർ മീൻസ് വാട്ട്? ഗ്യാങ്ങുകളുടെ തലവൻ. അപ്പൊ ഗാങ്സ്റ്റർ. ഗാങ്സ്റ്റർ is not a negative word. No, negative No, അല്ല. it's not negative. Gangster. എനിക്ക് ഇഷ്ടമാണ് ഗാങ്സ്റ്റർ. See, director friends full of gang. ഇന്ത്യയിൽ എത്ര ഗാങ്സ്റ്റേഴ്സിന് ഇഷ്ടമാണ്? എന്റെ പേരൊന്നും പറയരുത്. എനിക്ക് ദാവൂദ് ഇബ്രാഹിമിനൊക്കെ ഇഷ്ടം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരേപോലെ. പിന്നെ എന്നെ ഒന്നും ഇഷ്ടമല്ല. ഷൈജേട്ടന് ഇഷ്ടം. നമ്മുടെ ലോക്കൽ ഗാങ്സ്റ്റേഴ്സിന് ഇഷ്ടം. ഗാഞ്ച കറുപ്പിന് ഇഷ്ടം. ജോൺ വിജയ്. ജോൺ വിജയന് ഇഷ്ടം. എനിക്ക് എല്ലാരും ഇഷ്ടം. Okay, thank you. Let's go back to the interview. Go back to the Surya Bharati Creations press. അടിനാശം വെള്ളപ്പൊക്കം December 5 release. അതായത് ഡിസംബർ 5-ാം തീയതി. ഓക്കെ. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വന്ന സമയത്ത് സ്ക്രിപ്റ്റ് ഇങ്ങനെ വരികയാണോ ചെയ്തത്? അല്ല, ഡയറക്ടറാണോ? ഡയറക്ടർ കോണ്ടാക്ട് ചെയ്തപ്പോ ഡയറക്ടർ വന്ന് സംസാരിച്ചപ്പോ ഈ ഒരു ക്യാരക്ടർ ചെയ്യാം എന്ന് തോന്നിയത് എന്താ? വേറൊരു ക്യാരക്ടറൊക്കെ വേറെ ആൾക്കാർക്ക് ഫിക്സ് ചെയ്തു പോയി. ഡേറ്റ് ഉണ്ട്, കാശ് വന്നു. നല്ല ഡയറക്ടർ. പിന്നെ നായകന്മാര് കോളേജിൽ പഠിക്കണവരാ. ആ പ്രായമായിട്ട് നമ്മുടെ മാച്ച് ആവൂല. പിന്നെ ആകെ മാച്ചിങ് ബൈ ബൈ. എന്നാലും പെട്ടെന്ന് കണക്ട് ചെയ്ത ഒരു സാധനം. Simple, very. I'll tell you. When I started acting in movies, is when the first film was Bachelor's Party with Amal Neeraj sir. I was very happy that he introduced me in the Malayalam film industry, and I'll be very grateful to. Before that, you acted in Tamil movies. Only when Tamil you started? Tamil movies, I started like 2008. 2009. Senior. I'm 2011. Very good. Junior. Okay. Senior. Junior. What? Surya Bharati Creations presents. അടിനാശം വെള്ളപ്പൊക്കം December 5 release. December 5 release. Okay. So Amal Neeraj, and I'll be very happy because he introduced me in Malayalam film industry, and I'll be very grateful. And after that in Malayalam, John Varghese out of the blue called me and said, "Sir, you have a beautiful role." I said, "What beautiful role? Am I acting as a girl?" He said, "No, you are acting as girl's father." Then that time I think I was young. Then he made me Namita's father, and I acted, and the film became super hit. And everybody spoke about it, Adika Pere Kutamani and all that. And after 10 years, somebody knocks my door. Again. The same John Varghese. The same John Varghese. The man who made the film from Surya Bharati Creations. അടിനാശം വെള്ളപ്പൊക്കം December 5. ആ പടത്തിലെ മകളായിട്ട് അധികം സീൻസ് ഉണ്ടായിരുന്നില്ലല്ലോ. ഉണ്ടായിരുന്നോ? അതിന് പകരമായിട്ടാണ് യു ഗോട്ട് എ ഐറ്റം സോങ് വിത്ത് എ ചിക്ക്.
And this last time they took my daughter to the hostel and I was going behind. And this time he gave me an item song and I was going behind. So both times I'm going behind something. നെക്സ്റ്റ് ടൈം മൈ ബൈ അല്ല No, next time. Okay. So and I don't know much to dance, I but also- I made me dance. He knows how to dance, but they didn't make him dance. why this അതെങ്ങനെയാ? color? Why this Kolaveri? I don't know. It's the director's Kolaveri. But I'm very happy because like after Adikapera Kootamani, everybody spoke about Adikapera Kootamani and say John Vijay. Then even after Lucifer, people who realize me as one father figure, they look at me and say Adikapera Kootamani. Then Mail Vaganam, തമ്പി മയിൽവാഹനം. Thambi Mail Vaganam. തമ്പി ഓ മയിൽവാഹനം. അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത്. So when he called me, immediately I wanted to do this film. I had some little date issues and he was ready to fix it. And I came to Fix. what is that? Kattapanava? കട്ടപ്പന കുട്ടിക്കാനം Kuttikana. Kuttikana, The very beautiful very place beautiful and place. Marian College Yes. and the ambience. And that college I don't know about. Next time. You didn't Shine see will the take- college? Yeah, Oh, only- you was in that forest. I was sorry, what to do? I was busy doing my Ganja Group Valley. ഓക്കെ So then the I movie was came out, working he with made- me. Again. Hey, I was working with me. Please tell. And Me. I was working with me. it's coming. Coming now. This is like Surya Bharati Creation presents. അടിനാശം വെള്ളപ്പൊക്കം ഡിസംബർ It's coming, it's coming, it's Coming. coming. Yeah. So, and I worked with this film and Adikapera Kootamani also I was father. So this time I asked him, are you showing me young? He said, no sir. He put one Misha, big white Misha. And he said, sir, you are the same old man in this film. And when I am old man, who I am fighting with? An young lad, yeah. a beautiful romantic man. മാഷും And the man who is always vibrant, colorful, and he is the man, Shine Taco! Surya Bharati Creation present! അടിനാശം വെള്ളപ്പൊക്കം ഡിസംബർ Finally! രണ്ടെന്ന് ഞാൻ എഴുതി കാണിച്ചോട്ടെ. And I'll tell you One thing, My- the climax. my Mr. Shine. One person in the film industry, when I met him, I found him very good at heart. Good at heart, but He's bad at body. No, it's a body. I don't know. Yeah, because we are bye-bye. So I don't know. But a man who's got a very nice heart and is very open and he speaks his heart out. Open. So Heart surgery. he's a very good guy and it was fun working with him because I am also more or less little cranky like him, and so it worked very well when we did that action sequence and he singed well. And thank you very much, Cheta. Thank you very much. Bye bye. Bye bye. ഓക്കെ നമ്മള് ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോഴേ അടിനാശം വെള്ളപ്പൊക്കം പറഞ്ഞു അല്ല ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തോണ്ട് ഓക്കെ കുഴപ്പമില്ല. ഞാൻ ഒരു പിക്ചർ കാണിച്ചു തരാം. ഏത് പിക്ചർ? ലൂസിഫറില് ചുമരുമ്പ് ചേർത്ത് നിർത്തി കാല് പോകുന്നതാണോ? ഓക്കെ. ഈ ഒരു പിക്ചർ ഇത് ഭയങ്കര വൈറലായതാ. ലാലേട്ടന്റെ ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറഞ്ഞു. ഇത് വീഡിയോ വൈറൽ ആവും. ഇതല്ലേ ഇതിൽ ഏത് വീഡിയോ? ആ വള്ളി പിടിച്ചു കയറുന്നോ? അപ്പം ലാലേട്ടന് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വൈറലായി. ആൻഡ് ഓൾസോ യു സെഡ് ദാറ്റ് എന്താ താങ്ക് യു ഫോർ കിക്കിംഗ് മീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആ ചുമതി ചാരി നിർത്തിയിട്ട് എത്ര ടേക്ക്? If somebody kicks you, you will fight back, or you will get hurt, or you will feel bad. But when Lalaten kicked me, I felt good. I was very happy. I become very popular. And thank you, Mr. Lalaten, for kicking me. നമുക്കത് കിക്ക് ചെയ്തു അല്ലെങ്കിൽ വേദനിച്ചു എന്നല്ല തോന്നുന്നു, പക്ഷെ ഈ നെവർ ഹേർട്ട് എനിബഡി. And his kick is always like that. It stops. He doesn't hit me. കാലം അവിടെ വന്ന് But I don't mind if he hits me also. I'm very happy. നമ്മൾ പറയും തട്ടിക്കോ മെയ്ത്ത് തട്ടിക്കോട്ടെ പ്രശ്നമില്ല എന്ന്. പക്ഷെ അവിടെ പറയാം അത് വേണ്ട, ഇത് സിനിമയാണ്, ഷൂട്ടിംഗ് ആണ്, കാലം അവിടെ അങ്ങനെ കറക്റ്റ് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. Perfect. Very nice man. Very good heart. Like ഞാനും ഗുഡ് ആയിട്ട്, he is also good heart. ടു ഗുഡ് ആയിട്ട്. Too good heart.
ഓക്കെ. പക്ഷെ സാറിന് ഒരു മലയാളം കണക്ഷൻ ഉണ്ട് അല്ലേ? അതല്ല ഇപ്പൊ ഇത്ര നേരം പറഞ്ഞു. അല്ല, മമ്മ തമിഴ്നാടും മലയാളം അടുത്തടുത്ത നൈബർ. ട്രിവാൻഡ്രം, നാഗർകോയിൽ. അമ്മ is from Trivandrum. അതാണ് ഇത്ര fluent ആയിട്ട് മലയാളം. And both are from India. കടുവഞ്ചാൽ. അപ്പൊ വലിയ കണക്ഷൻ ആയല്ലോ. അപ്പൊ we are from Asia. We all are from Asia. And this all happens in the earth. And Asia is in the earth, and the earth is in the world, and world is looking at the sun, and sun is looking at us. So December 5 release. Surya Bharat creations. Everybody go watch. Okay. In the world only calendar is there. Calendar only as December 5. December 5 worldwide ആണ്. Worldwide ആണ്. ആമാ. ആമാ. ഓക്കെ. ഇപ്പൊ മലയാളം ഇത്ര ഫ്ലുവന്റ് ആയിട്ട് പറയുമ്പോ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാ? മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, ദിലീപ്, സുരേഷ് ഗോപി. സാറിന് who is your favorite മലയാളം actor? പറഞ്ഞു വേറെ ആളുടെ പേര് പറഞ്ഞു. ജോൺ വിജയ്. I have no problem. ഷൈനി ടോം. വേറെ ആളുടെ പേര് പറഞ്ഞു. എന്നാലും You can tell. I give appreciation. ഫേവറേറ്റ് ആണ്, നല്ലതല്ല. അല്ല നല്ല ഫേവറേറ്റ് മലയാളം ആക്ടർ സുകുമാരൻ. Oh, that's nice. എന്നെയും വിഷമിപ്പിച്ചിട്ട് സുകുമാരനെ വിഷമിപ്പിച്ചു. I like Sukumaran because he looks like me. Sukumaran actually good. Ice. And Sukumaran is most എന്താണെന്ന് പറയുക ഏറ്റവും വലിയ പ്രത്യേകത. It look like നോർമൽ ഒരു നമ്മുടെ വീട്ടിലൊരു ആളെ പോലെ തോന്നുമെങ്കിലും പുള്ളി and good performance very really behaves. ശരിക്കും നസീർ, സത്യൻ, മധു, ഉമ്മർ, സോമൻ, അത് കഴിഞ്ഞിട്ടല്ലേ വരുന്നത് സുകുമാരൻ. വളരെ then from all time favorite of everybody, Laletan. And now the new Dulquer Salman. Fahd Faasil. Dulquer Salman. Dulquer Salman is nice. Fahd Faasil is nice. Okay, DQ is very nice. DQ is very charming and I like DQ. DQ. You like Fafa. I like you. Both acting method is so different. You like me. Yeah. So you like Fafa. I like DQ. Yeah. And I like you. So we like DQ and Fafa. So both like Fafa and DQ. Yes, Surya Bharati Creation presents December 5 release. Adinasham Vellapokkam directed by AJ Varghese. അപ്പോൾ ഷൈൻ ചേട്ടൻ മറ്റേ ഗുഡ് ബാഡ് അഗ്ലിയിലും ഇതുപോലത്തെ ഒരു ഗാങ്സ്റ്റർ കൈൻഡ് ഓഫ് അതിൽ വലിയ ഗണ്ണൊക്കെ ആയിട്ട് വരുന്ന ഗാങ്സ്റ്റർ. ഇതിൽ ഞാൻ അധ്യാപകൻ. ലൈറ്റർ അതിലെങ്ങനെ ഉണ്ടായിരുന്നു അജിത് സാറിന്റെ കൂടെ? പക്ഷെ അതില് സാറിനെ കണ്ടിട്ടില്ല. പക്ഷെ സ്ക്രീൻ സ്പേസ് സെയിം ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല. പക്ഷെ ആ ക്യാരക്ടർ ഭയങ്കര ഹൈപ്പ് ആയിരുന്നു. അജിത് സാറിന്റെ അല്ല, ചേട്ടന്റെ. അത് കുറച്ച് നേരമല്ലേ ഉണ്ടായിരുന്നു. അതിനും ഹൈപ്പ് ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ മാത്രം കാണിച്ചത്. അതേത് പ്രേതപടം? അയ്യോ, അതെന്ത് പാടാ! ഞാൻ പേടിച്ച് ഞാനത് കണ്ടിട്ട്. ഏത് ഫോട്ടോ കണ്ടിട്ടല്ല, ആ സിനിമ മൊത്തത്തില്. ഞാൻ തന്നെ എന്റെ പ്രേതനോട് പേടിക്കണമെന്ന് വിചാരിച്ചു ഞാൻ കാണാൻ പോയിട്ടില്ല. എനിക്കാണ് പ്രേതപടത്തിൽ ഭയങ്കര പേടിയാ. പ്രേതപടം എനിക്കും പേടിയാ. ആ പടം ഭയങ്കര സീനായിരുന്നു. ഭയങ്കര സിനിമ കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് കണ്ട എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പേടിക്കാം. കട്ടിൽ കിടക്കണ എന്റെ ബോഡി അല്ലേ, അത് എന്റെ മോൾഡ് വെച്ചുണ്ടാക്കിയിട്ടുള്ള. അതായത് നമ്മുടെ ഫേസിൽ മോൾഡ് ചെയ്ത് എടുക്കാന്ന് പറയും. അവര് ഒന്ന് കുറച്ചു നേരം കൊണ്ട് എന്റെ മുഖത്തൊക്കെ വെച്ചിട്ട് സാധനമൊക്കെ വെച്ചിട്ട് അവര് പോയി ഒരു ഫോട്ടോ എടുത്തിട്ട്. നൈസ്. ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാനും ഒരു ബൈ പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇനി നമ്മൾ തമ്മിലൊരു ബന്ധമില്ല ഈ പടമായിട്ട്, ഒന്നും ഷെയർ ചെയ്യാനും നിൽക്കരുത്, ഈ പടത്തിലുണ്ടെന്നും പറയരുത് റിലീസിന്റെ അന്ന് വരെ. അപ്പൊ എനിക്ക് ഓരോന്ന് ഇങ്ങനെ പുറത്ത് വരുമ്പോഴും അയ്യോ ഷെയർ ചെയ്യണ്ടേ, ഞാൻ ഈ പടത്തിലുള്ളതല്ലേ അല്ല. അപ്പൊ പറഞ്ഞു ആ ഭാഗത്തേക്ക് ഒന്ന് വരും, രാവിലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഇന്ന് ഒരെണ്ണം വരും, ഷെയർ ചെയ്യരുത്. കാരണം നമുക്ക് ഈ ഷെയർ ചെയ്യാന്നുള്ളതാണല്ലോ ഭയങ്കര. അങ്ങനെ റിലീസിന്റെ തലേദിവസം വിളിച്ചിട്ട് പറയാം നാളെ മുതൽ ഷെയർ ചെയ്ത് തോന്നുന്നു. പക്ഷെ കൊള്ളായിരുന്നു, നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനത്തെ ഒരു ക്യാമിയോ. കുറെ പേര് വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ഡബിംഗ് ഒക്കെ ഭയങ്കര നന്നായിട്ടുണ്ടെന്ന്. പറഞ്ഞവരിങ്ങോട്ട് വിളിക്കുന്നത്
എനിക്ക് ഡയലോഗ് ഇല്ല. പക്ഷെ ഒരുമാതിരി സൗണ്ട് ഇല്ലേ? ഒരുമാതിരി സൗണ്ടാ. അങ്ങനെ അതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ. അല്ല. ഓക്കെ. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂവിൽ ഇത്രയും പ്രാവശ്യം ഒരു ഡയറക്ടറിന്റെ പേര് കേൾക്കുന്നത്. AJ വർഗീസ്. എൻ്റെ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂവിലും ഡയറക്ടറിന്റെ പേര് ഇത്രയും വട്ടം പറഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അപ്പൊ അത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഡയറക്ടറിനെ നമുക്ക് ജോയിൻ ചെയ്യാം. Mr. AJ Varghese on the board. We welcome you to this show and thank you very much for interviewing us. And now we have Surya Bharati Creation presents അടിനാശം വെള്ളപ്പൊക്കം, December 5th release, and this is our director AJ Varghese. Black Mastani അല്ല. We welcome you too. Okay. Welcome. Welcome. ഇത്ര സമയം കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഇതിലേക്ക് വന്നിരിക്കാനാണ്. ആ ധൈര്യം. ഞങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ഞങ്ങൾ വന്നില്ല വിളിച്ചിട്ട്. ഷൈനയുടെ വരും. ഒന്നല്ലെങ്കിൽ ഇതിന് മുന്നേ കണ്ടു തുടങ്ങിയില്ലേ ഞാൻ ആ ടെറസിന്റെ മുകളിൽ അൻവാ ആണ്ടല്ലോ. മഴ മഴ ഓക്കെ. അതെ എന്റെ ഞാനൊരു ഇന്റർവ്യൂ തരില്ല എന്ന് വിചാരിച്ചതാ. അതെന്ത് പരിപാടി അത്? അല്ല ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ മനസ്സിലല്ലേ പരിപാടി. അത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സംസാരിക്കുന്ന ഒരു പരിപാടി. അത് തരില്ല എന്ന് വിചാരിച്ചാണ് അതോട് കൂടിയിട്ട്. എന്ത് ചെയ്യട്ടെ നമ്മൾ പിന്നെ താനും കുറച്ച് വിഷമതകളോടെ കടന്നു വന്ന കാരണം എനിക്കൊരു സഹതാപം. പാവല്ലേ ഞാൻ? പാവല്ലേ, പാവടല്ലേ, കീറിയതല്ലേ, പൈക്കോട്ടെ എന്ന് പറഞ്ഞല്ലേ പണ്ടൊരു പാട്ട്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. നിങ്ങളെ അപ്പൊ AJ വർഗീസിന്റെ കാര്യം പറഞ്ഞാൽ അടികപ്പേനെ കൂട്ടമണി, ഉറിയടി, അടിനാശം വെള്ളപ്പൊക്കം എല്ലാത്തിലും അടിയുണ്ടല്ലോ. അടി ഞമ്മക്ക് വീക്ക്നെസ് ആണ്. ആ വീക്ക്നെസ് ആണല്ലോ എന്ത് അടി വാക്ക്. ചന്തിക്ക് നല്ല പടം കിട്ടുമ്പോ നമ്മള് നന്നായി പണിയെടുക്കുന്ന കേട്ടില്ലേ? അപ്പൊ എന്താണ് ഇത് പേർപ്പസ്ഫുള്ളി വരുന്നതാണോ? അല്ലല്ല മനഃപൂർവ്വം. ഈ അടികപ്പേരി കൂട്ടമണി അത്രയും ഹിറ്റായ ഒരു സിനിമയായിരുന്നു. അപ്പം അടിനാശം വെള്ളപ്പൊക്കത്തിലേക്ക് വരുമ്പോ എന്താണ് അതും കുറെ ബോയ്സ്, മെൻസ് ഹോസ്റ്റൽ, കോളേജ്, ചിൽ, അങ്ങനത്തെ ഒരു പടം. ഇതിലും ഒരു ഗാങ്സ്റ്റർ ഉണ്ട്, കോളേജ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അതും തമ്മിൽ എന്താ? അടികപ്പേരെ കൂട്ടമണിയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ചെറിയൊരു ഹോസ്റ്റൽ മാത്രം കേന്ദ്രീകരിച്ച് കോളേജിലേക്ക് പടർന്നു. ഇത് കോളേജിന് വെളിയിലേക്കും കൂടെ പടർന്നു നിൽക്കുന്ന ഒരു പക്ക ഒരു ഫൺ എന്റർടൈനർ, കോമഡി എന്റർടൈനർ. അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് ആണ് അതിന്റെ പില്ലേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം പടത്തിന്റെ. അങ്ങനെ നമ്മുടെ തോളത്ത് വെച്ചിട്ട് ഈ 3 തൂണുകൾ 3 പേരില് മാത്രം ഇപ്പൊ എപ്പോഴും വരുന്നത് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് രണ്ടുപേരും. എന്നിട്ട് ഒരാളെ മാത്രം വിളിച്ചല്ലോ നിങ്ങൾ? അതാ ഞാൻ ചോദിക്കാൻ വന്നേ. എനിക്ക് വേണ്ടി ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടാവണം. വെച്ചിട്ടുണ്ട് ഞാൻ. എവിടെ വെച്ചിട്ടുണ്ട്? ഒരു പ്രൊമോഷനെങ്കിലും ഒരു ഐറ്റം സോങ്. പ്രൊമോഷൻ ഒരു ഐറ്റം സോങ് കാണിച്ചു തന്നെ ഭാഗ്യം. പണം കഴിഞ്ഞിട്ട് ഇറക്കുന്നുണ്ട് ഐറ്റം സോങ്. അല്ല ഒരു വീഡിയോ പ്രൊമോഷൻ സോങ് എന്തെങ്കിലും വേണോ? എന്തെങ്കിലും ഇറക്ക്. ഷൈൻ ചേട്ടൻ്റെ ഒരു ആഗ്രഹം. പുള്ളിന്റെ ഐറ്റം സോങ്ങില് അന്ന് അമേരിക്ക എവിടെയാണ് പുള്ളി? അയർലൻഡിലുള്ളതൊന്നും അറിയുന്നില്ലല്ലോ മാതാവേ, ഇടുത്തി വീടരുതേ. അയർലൻഡിലാണേ വൈഫ്. ആണല്ലേ പെൺകുട്ടി. എന്തൊക്കെ അവരത്ര ഓക്കെ അല്ല. ഒരു കൊച്ചായി ഇപ്പൊ എന്താണ് ഇന്നലെ പറഞ്ഞ എത്ര പഞ്ചവത്സര പദ്ധതി എന്താ? എത്ര വർഷം കൂടുമ്പോഴാണ്? 3 വർഷം കൂടുമ്പോൾ അങ്ങോട്ട് വരണേന്നല്ലേ? അതിന്റെ ഇടയിൽ 10 വർഷം അങ്ങോട്ട് പോകുന്നുണ്ട്. എന്ത് ചോദിക്കട്ടെ? നേരത്തെ പറഞ്ഞല്ലോ അടികപ്പേരെ കൂട്ടമണി റിയൽ ലൈഫിൽ ഒരു ഇൻസിഡന്റ് ആണ്. ശരിക്കും അത് റിയൽ ലൈഫ് അല്ലാതെ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ? ഇവര് 2 പേര്, ഒരാളും കൂടി ഉണ്ട്. ഹോസ്റ്റലിൽ നിങ്ങള് ഗേളിനെ കയറ്റി? ഇല്ല, അത് ഇമാജിനേഷൻ. അതൊന്നുമില്ല. ഒരു ആണിനെ കേട്ടി. ഞാൻ പഠിച്ചത് ട്രിവാൻഡ്രം മാറിവാനിയസ് കോളേജിലാണ്. ഇന്നല്ല അതിന്റെ പ്രത്യേകത മനസ്സിലാവണം. അത്ര മനസ്സിലായില്ല. 2007-2010 ബാച്ചില്
അവിടുത്തെ സെന്റ് തോമസ് ഹോസ്റ്റൽ, അവിടുത്തെ മെൻസ് ബോയ്സ് ഹോസ്റ്റൽ ഉണ്ട്. അവിടെ മാറിവാനിയസ് കോളേജ്, അപ്പൊ അന്ന് പഠിച്ചിരുന്ന സമയത്ത് കിട്ടിയ ഒരു ത്രെഡ് ആയിരുന്നു അടികപ്പേരെ കൂട്ടമണി. അതല്ല ചോദിച്ചത്, ഹോസ്റ്റലില് കയറ്റിയ കാര്യം അവിടെ ചോദിച്ചത്. അപ്പൊ നമ്മള് അടികപ്പേരെ കൂട്ടമണി അല്ല, അത് നിങ്ങൾ എന്താ സംഭവിച്ചത്? അത് മാത്രം അതിലില്ല, ബാക്കിയൊക്കെ അതിലുണ്ട്. അതാണ് അതിന്റെ മെയിൻ പ്ലോട്ട്. അതായത് പടത്തിൽ കാണിച്ച കാര്യങ്ങൾ മിക്കതും ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റത് മാത്രം അപ്പൊ എന്തുകൊണ്ട് ചെയ്തില്ല? ഞങ്ങൾ ഡീസന്റ് ആയിരുന്നു, ഞങ്ങൾ അതിനുള്ള സമയമില്ലായിരുന്നു ഞങ്ങൾക്ക് മറ്റു ഞങ്ങൾക്ക് അതിനൂടെ കേട്ടേണ്ട ആവശ്യമില്ല സാറേ. എന്താ അതിൽ കൂടെ കയറ്റിയ പോലെ? ഇല്ലില്ല, ഞങ്ങൾ പടത്തിൽ കാണുന്ന പടത്തിൽ ഒരു അച്ഛനേ ഉള്ളൂ വാർഡൻ. ഞങ്ങൾക്ക് 2 അച്ഛന്മാരാ, പള്ളിയിലെ അച്ഛന്മാരാ വാർഡന്മാരായിരുന്നു, രണ്ട് സ്റ്റാഫ് വേറെ. അങ്ങനെ ഇതുപോലെ ഒരു 150 പിള്ളേർ 200 പിള്ളേരോളം പഠിക്കുന്ന ഒരു ഹോസ്റ്റല്. പടത്തിൽ കാണിച്ചാൽ നമ്മള് സീനിയേഴ്സ് അല്ലേ? ഞങ്ങൾ ഫസ്റ്റ് ഇയർ വരുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ വന്നിട്ടാണ് ഈ കുട്ടൻസ് ഒക്കെ കാണിച്ചത്. അപ്പൊ ഇവരെ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും കഥകൾ കേൾക്കണ്ടേ? അത് വേറെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 6 മണിയാകുമ്പോ ഗേറ്റ് അടയ്ക്കും, ഗ്രില്ല് കൂട്ടി. ജയിലിലെ പോലെ തന്നെയാണല്ലോ അവിടെ. പക്ഷെ നമുക്ക് പുറത്ത് പോകണമല്ലോ, നമുക്ക് രാത്രി കാലങ്ങൾ സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ പരിപാടികൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പടത്തിൽ കാണിച്ചാൽ നമ്മള് എല്ലാ ഗ്രൗണ്ട് ഫ്ലോറിലെ എല്ലാ ജനലിലെയും കമ്പി നമ്മൾ അറുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കമ്പി നമ്മൾ അറുത്ത് സെറ്റാക്കി വെക്കും. അതിൽ കൂടെയാണ് ഞങ്ങൾ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം അച്ഛനിടയ്ക്ക് ഇതിന് ചെക്കിങ്ങിന് വരും. അപ്പൊ അതെല്ലാം അതുപോലെ ഇരിക്കണം, അപ്പൊ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പൂക്കും. ഈ പടം ഇറങ്ങിയതിനു ശേഷം എല്ലാം പട്ടിയടിച്ചു. പടം ഇറങ്ങിയതിനു ശേഷം ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പടം ഇറങ്ങിയതിനു ശേഷം അച്ഛന്മാരെ നിങ്ങൾക്ക് പുറത്തു പോയി താമസിച്ച് പഠിക്കല്ലേ? പക്ഷെ ആ ഹോസ്റ്റലിന്റെ ഒരു അടിപൊളിയായിരുന്നു ഹോസ്റ്റൽ ലൈഫ്. No, because I am just very listening to the story of Mr. AJ Varghese. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രാത്രി തിരിച്ചു കയറുന്ന സമയത്ത് ജസ്റ്റ് ഒരു പെട്ടെന്ന് ഒരു ഐഡിയ ഇങ്ങനെ കട്ട് ചെയ്താ, സപ്പോസ് ഇപ്പൊ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു പെൺകുട്ടി, കാരണം മൊത്തം ബോയ്സ് ആണ്, ആണുങ്ങൾ മാത്രമുള്ള ഹോസ്റ്റലാണ്, ഒരു പെൺകുട്ടി ഇതിനകത്ത് വരികയിനകത്ത് പെട്ടുപോവുകയും ചെയ്യുന്നു. അവിടെ പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ എന്ത് എന്തായിരിക്കും അവസ്ഥ എന്നിങ്ങനെ സത്യം ആലോചിച്ചപ്പോ അങ്ങനെ ഐഡിയ വന്നു. അപ്പൊ അതിനുള്ള ഒരു സിനിമയ്ക്കുള്ള ഒരു സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അല്ലാതെ നിങ്ങൾ ഗേറ്റ് ചെയ്തല്ല. ഇനിയിപ്പോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാം നടന്നത്, അത് മാത്രം നടന്നിട്ടില്ല ഭാവന. അങ്ങനെയാണ് ആ സ്റ്റോറി ഐഡിയ വരുന്നത്. അങ്ങനെ ആരെ കല്യാണം കഴിഞ്ഞത് വഴി നിങ്ങളുണ്ടായിരുന്നു അതില്? ഞാൻ അവനെ കാണുന്ന ബാച്ചാ. ഓ, നിങ്ങൾ എന്നിട്ട് മാനിനെ പോലെ മാറിയിരിക്കുകയാണല്ലേ? ആക്ച്വലി നിങ്ങളല്ലേ ഗേറ്റ് ചെയ്തത്? ആട്ടം തോരട്ട ചെന്നായ. എന്തായാലും AJ ജോൺ അങ്ങനെ വർക്ക് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവന് അന്നേ ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് സ്വന്തം കോളേജിൽ നിന്നല്ല, അടുത്ത കോളേജിൽ നിന്നാ. അല്ല അതേ ആളെ. അതന്നെ, അത് വേറൊരു കഥ, അത് വരുന്നുണ്ട്. ഇതിലിപ്പോ അടികപ്പേരി കൂട്ടമണിയിൽ ഇപ്പൊ ധ്യാൻ ചേട്ടനും ഭയങ്കര ഒരു വൈബായിരുന്നല്ലോ. അതെ, പിന്നെ ആ ടീം അടി മൊത്തം രസമായിരുന്നു. അതിനേക്കാൾ രസമായിരുന്നില്ല ഞങ്ങള് മസ്താനിയുടെ മുന്നിൽ ഇരുന്ന് തന്നെ പറയണത്. അതിന്റെ ക്ലൈമാക്സ് ആ ഓജോബോൾ സീക്വൻസ് ഞങ്ങള് കോളേജില് അതേപോലെ ചെയ്തതാ. കോളേജില് ഞങ്ങൾ കളിച്ച സംഭവം അത്. അതായത് ഫസ്റ്റ് ഇയർ വന്നപ്പോഴ് ഞങ്ങൾ ഈ പറയുന്ന പോലെ ഫേക്ക് ആയിട്ട് ഞങ്ങൾ ഞാനതുകൊണ്ട് അവനെ ജെമിന് പിന്നെ സജിത്ത് ഉണ്ട്. അവൻ +2 ഞാനിവിടെ പഠിച്ചത്, കോളേജിലില്ലായിരുന്നു. എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. അപ്പൊ നിന്നെയാണ് കയറ്റി ഹോസ്റ്റലില്. അലക്സ് വെറ്റീനി, സജിത്ത്, അങ്ങനെ കുറച്ച് അച്ചു, ഒരു ടീമുണ്ട്. അപ്പൊ ഈ സിനിമ പോലെ ധ്യാൻ കളിച്ചതുപോലെ അലക്സ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ട് ഇങ്ങനെ ഓജോ ബോർഡ് വെച്ച് കേൾക്കുന്നത് വരെ പ്രേതാണെന്ന് വിശ്വസിച്ച ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവില്ലേ? ഇപ്പൊ ഇന്റർവ്യൂ കേൾക്കുന്നവരെ അവരിപ്പോഴും മറ്റു ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് അവരിപ്പോ ലൈഫ് ഇപ്പൊ പറയുന്നുണ്ടാവില്ലേ, പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി പ്രേതത്തിന്റെ. ഞങ്ങളത് കളിച്ച് ഇവനെ കളിക്കുന്നു. അറ്റ്മോസ്ഫിയറിൽ ഞങ്ങൾ ഈ സിനിമയ്ക്കുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടും സെറ്റ് ചെയ്യും. നിന്ന് എപ്പോഴും ചോര തെറിപ്പിക്കുന്നു. ഞങ്ങൾ പോയി താഴെ പോയി കോഴിക്കടയിൽ നിന്നൊക്കെ പോയിട്ട് ചോര വാങ്ങിച്ച് സിറിഞ്ച് സെറ്റ് ചെയ്ത് വെക്കും. ഈ കോഴിച്ചോര, ആട്ടിൻ ചോരയൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെക്കും. മൊത്തം സ്പ്രേ ചെയ്യും.
കാരണം രാത്രി 12 മണിയാകുമ്പോൾ ഞങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കും. Main switch off ഇട്ടാ. പിന്നെ ഈ പറഞ്ഞ ലോജോ ബോർഡ് കളിയാ. അലക്സ് കളിക്കുന്നു. അലക്സിന്റെ ദേഹത്ത് ഒരു ഇംഗ്ലീഷ് പ്രേതം കാത്തി എന്നൊക്കെ പേര് കിട്ടും. പടത്തിലെ പേര് തന്നെ. കാത്തി വരുന്നു. കാത്തി അലക്സിന്റെ ദേഹത്ത് കയറി. അങ്ങനെ ഹോസ്റ്റൽ മൊത്തം ഹോണ്ടഡ് ആയി. അപ്പൊ നിന്ന് എപ്പോഴും പറഞ്ഞ ഞങ്ങള് ഈ കാറ്റിയാണ് ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യണം. നിങ്ങൾ കൊണ്ടുവരുന്ന പെൺകുട്ടിയെ അങ്ങോട്ട് വിട്ടാൽ മതിയല്ലോ അല്ലേ? കൊതുകുവലയില് ഞങ്ങൾ പറഞ്ഞ മണ്ണെണ്ണ സ്പ്രേ ഒക്കെ അടിച്ചു വെച്ചു. കൊതുകുവലയില് കൊതുകുകളായിരിക്കും വല എല്ലാ റൂമിലും ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഞങ്ങൾ നേരത്തെ പോയി സെറ്റ് ചെയ്തെല്ലാം. പിന്നെ ആ ചെടിച്ചട്ടിയിലുള്ള സ്കൂൾ കോളേജ് പോയി പഠിക്കവേ ഇല്ല പോലെ പോട്ടിട്ട് അങ്ങനെ അവളെ തൊട്ടിപ്പുറത്ത് റൂമിന്റെ ഇപ്പുറത്ത് വാഴത്തോട്ടമുണ്ട്. വാഴ വെട്ടി ഓരോരുത്തരുടെ മണ്ടയ്ക്ക് ഇടും. അങ്ങനെയുള്ള ജനലിന്റെ മണ്ടയ്ക്ക് ഇടുക. എന്തൊക്കെ പരിപാടിയാണ്? എന്തായിരുന്നു വിഷയം നിങ്ങളുടെ കോളേജില്? ഞാൻ മാത്സ്. അതുകൊണ്ടാണല്ലോ സമയം കണക്ക് ചെയ്യാൻ പെട്ടെന്ന് കണക്ക് ചെയ്ത് തീർത്തൂടെ? ബാക്കിയുള്ള സമയം ഇതന്നെ. അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ഹോസ്റ്റൽ ഹോണ്ടഡ് ആയി എന്നുള്ള രീതിയിൽ, പ്രേതബാധയായി എന്നുള്ള രീതിയിൽ ആയി. ശരിക്കും നിങ്ങൾ അവസാനം പേടിച്ചാ? ഇല്ല, നമ്മളല്ല കളിക്കുന്നത്. അതെ, എന്നാലും പിന്നീട് നമ്മൾ തന്നെ ശരിക്കും പടത്തിൽ അങ്ങനെയാണല്ലോ. ചിലപ്പോൾ കാണും. അല്ല, നിങ്ങൾ പേടിച്ചില്ല? നിങ്ങൾക്ക് പേടിയില്ലേ പ്രായത്തില്? തീരെ പേടിച്ചിട്ടില്ല? എനിക്കും വിശ്വാസമൊന്നുമില്ല, പക്ഷെ നല്ല പേടിയാണ്. എനിക്ക് ഭയങ്കര പേടിയാ. വിശ്വാസമില്ല. അങ്ങനെ പല പിള്ളേരൊക്കെ വിട്ടുപോയി. ഹോസ്റ്റലിലൊക്കെ താമസം മാറി പോകുന്ന അവസ്ഥ വരെ എത്തി. അപ്പൊ നിങ്ങൾ മാത്രമായി കളിച്ച് അവസാനം അലക്സ് എന്ന് പറഞ്ഞാൽ ആവേശം മൂത്ത് മുഴുവൻ കളിയില്ല. അപ്പൊ ബ്ലേഡ് കൊണ്ട് തൊട കീറി എടുത്ത് കണ്ണി തെച്ചു. അതാരാ അലക്സ്? വേറെ ഫ്രണ്ട്, നമ്മുടെ വേറെ ഫ്രണ്ട്. ഇവിടെ ഉള്ളവർ അങ്ങനെ ഫുൾ ഒരു ഇതായിരുന്നു. All original psycho are very quiet. All good people are like us and we are psycho. അല്ലെങ്കിൽ നോർമലി സൈക്കോസ് ആണ് എപ്പോഴും സൈലന്റ് ആയിട്ട്. അപ്പൊ നമ്മള് ആയിരിക്കുമല്ലാന്ന് മനസ്സിലായില്ലേ? ഞാൻ മാത്രമല്ല കേട്ടോ, വേറെ ടീമുണ്ട്. Team of psychos. Oh my team of serial killers മാതിരി team of psychos. ഇത് നോക്കിയോ? ഭയങ്കര സൈലന്റ് ഇവിടെ. അതുകൊണ്ട് സൈക്കോ ആയിരിക്കും എന്തായാലും അല്ലേ? സാധാരണ പറഞ്ഞ സൈലന്റ് ആയിരിക്കണം സൈക്കോ ഒന്നും. ഞാൻ അവസാനം 3rd years ഇടിക്കാൻ പിടിച്ചപ്പോഴാണ് ഞങ്ങൾ കളി നിർത്തിയത്. കളി നിർത്തിയതാ? അത് കഴിഞ്ഞ് കളി നിർത്തുന്നു വേണ്ട. അല്ല, നമ്മൾ അവസാനം ഭയങ്കര പ്രശ്നമായി. അവസാനം 3rd years മനസ്സിലായി പോലെ നമ്മള്. ഇനി അടുത്ത പടം നിങ്ങളുടെ കോളേജ് ലൈഫ് തന്നെയാണോ? സെക്കൻഡ് ഇയർ സ്റ്റോറി. Why don't you tell us about your college life? അയ്യോ, we are talking only. Are you questioning or answering? Come on, tell me college life. Some college stories. അതെ, സ്കൂളിൽ പോയുള്ളവര് കോളേജിൽ പോകണ്ടേ? കോളേജ് സ്റ്റോറീസ്. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. കോളേജ് പോയല്ലേ? അപ്പൊ പിന്നെ കോളേജിലും പോയിട്ടില്ല. ഞാൻ ഒരേപോലെ സ്കൂളിൽ പോയിട്ട് ഒരു കോളേജ് കയറ്റൂല. പിന്നെ കലോത്സവത്തിനൊക്കെ പോയിട്ടുണ്ട് ഞാൻ. ബാക്കിയുള്ളവരുടെ കലോത്സവം കാണാൻ. പക്ഷെ ആ മൂവിയിലെ അടികപ്പേര് കൂട്ടമണി ചെടിച്ചട്ടിയിൽ എന്തൊക്കെയാ വളർത്തുന്നത്? ചെടിച്ചട്ടിയിൽ ചെടി അല്ലാതെ പിന്നെന്താ? പൊറോട്ട വളർത്തുവോ? പറഞ്ഞു കൊടുക്കാൻ നല്ല റോസാപ്പൊക്കെ ആയിരിക്കും. അപ്പോ അടിനാശം വെള്ളപ്പൊക്കത്തിലേക്ക് വരുമ്പോ December 5 release സൂര്യഭാരതി ക്രിയേഷൻസ് അടിനാശം വെള്ളപ്പൊക്കം Directed by AJ Varghese. എത്രത്തോളം എക്സ്പെക്ടേഷൻ ഉണ്ട് ഈ പറച്ചില്ല? Only audience have expectation. We don't have expectation. ആസ് എ ഡയറക്ടർ. ആസ് എ ഡയറക്ടറാ? ഇല്ല, അത് നല്ല പ്രതീക്ഷയുള്ള ഒരു ഫൺ മൂവിയാണ്. ടോട്ടലി ഫൺ മൂവിയാണ്. You see this interview, no? How much fun it is. Same movies like that. ഈ വൈബ് വയലൻസ് മൂവിക്ക് ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് നല്ല ഇടിയായിരിക്കും. അപ്പൊ വേറെ ആങ്കറിന് വിടോ? Full vibe. അതെ, ഭയങ്കര നല്ല ഒരു വേറെ എന്താ പറയുന്നത്, വലിയ ഒരു കുഞ്ഞു പടം. ഒരു പ്രശ്നക്കാരെ വെച്ചിട്ടുള്ള അല്ല, കുറെ പ്രശ്നങ്ങൾ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു പടം. എന്താ പറയുക, നിർത്താനല്ലേ കഴിഞ്ഞത്? ഡ്യൂറേഷൻ കഴിഞ്ഞു. ഫൈറ്റ് അത് അടുത്ത പടത്തിന്റെ കാര്യം പറഞ്ഞു. അല്ല, ഫ്ലൈറ്റ്. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ എന്തായാലും അടിനാശ വെള്ളപ്പൊക്കം December 5 റിലീസ്, പ്രൊഡ്യൂസ്ഡ് ബൈ സൂര്യഭാരതി ക്രിയേഷൻസ് and directed by AJ Varghese. അപ്പോൾ all the very best for the movie. Thank you very much. ഇതേപോലെ തന്നെ ഭയങ്കര ഹിറ്റ് ആവട്ടെ. ഇനിയും ഒരുപാട് സിനിമകൾ, അപ്പം സെക്കൻഡ് ഇയറിനും തേർഡ് ഇയറിനും ഒക്കെ സ്റ്റോറി ഇനി ഓരോ സിനിമകളായിട്ട് വരട്ടെ. അപ്പോൾ all the very best and thank you so much. Thank you so much മസ്താനെ.
Black Mustang. Black Mustang. Don't forget. Afghan black. Black I mean, Afghani. black Black Afghani. Afghani. And it is green color, but black page. Yeah. And it is not black box, which is orange color. Okay? Okay. Afghan black. Yeah. Okay. Everybody go read. Okay. Inji, my meal partner.